ഈഞ്ചക്കലിലെ SIT ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. അമൽ തേനമറമ്പിൽ വിവരങ്ങളുമായി നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. അമൽ, എന്തിനായിരുന്നു ഈ പ്രതിഷേധം അവസാനിച്ചോ? ആര്യ, തിരുവനന്തപുരം ഈഞ്ചക്കലിലുള്ള സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് നടന്നത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ മാർച്ച് ഇവിടേക്ക് എത്തിയപ്പോൾ മുതൽ ഒരു സംഘർഷാവസ്ഥയായിരുന്നു. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഓഫീസ് കുറച്ചുകൂടി അകലെയാണ്, ഏകദേശം 100 മീറ്റർ കൂടി അപ്പുറയാണ് ഓഫീസുള്ളത്. ഒരു ഇടവഴിയിലൂടെ കടന്നു വേണം പോകാൻ. ആ വഴി പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് അടച്ചിരുന്നു. ബാരിക്കേഡ് മറികടക്കാൻ ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുമുണ്ടായി. എന്തായാലും പ്രവർത്തകർ ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. തുടർച്ചയായി ബാരിക്കേഡ് തകർക്കാൻ ശ്രമം നടന്നതോടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചു. 3 വട്ടം ജലപീരങ്കി പ്രയോഗിച്ച ശേഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ എം ഷജീർ അടക്കമുള്ള ആളുകളും സംസാരിക്കുകയാണ്. ഇതിനുശേഷം വീണ്ടും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ബാരിക്കേഡ് മറികടക്കാൻ ഒരു ശ്രമം ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. അകത്ത് പോലീസിന്റെ വിന്യാസം ശക്തമായി തന്നെയുണ്ട്. പ്രത്യേകിച്ചും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അകത്ത് നടക്കുന്ന ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളുടെ ചോദ്യം ചെയ്യലാണ്. അതിനാൽ തന്നെ അതേ സമയത്ത് പുറത്ത് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുക യൂത്ത് കോൺഗ്രസ്. ഇപ്പോഴെന്തായാലും ശാന്തമായ ഒരു അന്തരീക്ഷമുണ്ട്. പക്ഷേ ഈ പ്രസംഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു സംഘർഷാവസ്ഥ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, സ്വർണ്ണക്കൊള്ളയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ആ പ്രവർത്തകരെയൊക്കെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയാൻ ശ്രമിക്കുന്നുണ്ട്. ജലപീരങ്കിയും പ്രയോഗിച്ചു പലതവണ. പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോയിട്ടില്ല. സ്വർണ്ണക്കൊള്ളയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചും പ്രതിഷേധവും. നിരവധി കേരളത്തിലെമ്പാടും അല്ലെങ്കിൽ നിരവധി ജില്ലകളിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ മാർച്ച് നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഈ അന്വേഷണം വഴിതെറ്റിയ സാഹചര്യത്തിലാണ് SIT ഓഫീസിന് മുന്നിലേക്ക്